ഗ്ലോറി ടു ഗോഡ്. ലിവിംഗ് ക്രൈസ്റ്റിലേക്ക് നിങ്ങൾ ഇവരെ ഞാൻ ചേർന്ന് സാധനം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ഈ തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി, വലിയ ദൈവനായി ഞാൻ നന്ദി പറയുന്നു. പ്രിയരെ, പ്രാരംഭമായി ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശിയായിരിക്കുന്ന അഭിരമ്യ കുടുംബവും ചേർന്നാണ്. തൻ്റെ പ്രാർത്ഥന വിഷയം എന്ന് പറയുന്നത് താൻ വിദേശത്തേക്ക് പോകാനായിട്ട് തൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് വേഗത്തിൽ റിപ്ലൈ വരേണ്ടതിനായിട്ടും അത്ഭുതകരമായി കുടുംബത്തെ ആ ദേശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ടതിനായിട്ട് ദൈവം ഒരു അത്ഭുതം ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ തൻ്റെ മകൾക്ക് പൂർണ്ണമായൊരു വിടുതൽ, ആ മകള് ദൈവിക സമാധാനവും സൗഖ്യം അനുഭവിക്കേണ്ടതിനായിട്ടും, അതേപോലെ തൻ്റെ മാതാവിന് പൂർണ്ണമായി കാലിന് പൂർണ്ണമായി സൗഖ്യം വെളിപ്പെടേണ്ടതിനായിട്ടും, അതേപോലെ തന്നെ അടുത്ത പ്രാർത്ഥന വിഷയം തൻ്റെ ഹസ്ബൻഡ് ദൈവത്തെ കൂടുതൽ അറിയുകയും ഇവരെ കുടുംബമായി സ്നേഹിക്കുകയും ഇവരെ കരുതുകയും ചെയ്യുന്നതിനായിട്ട് പ്രത്യേകമായി പ്രാർത്ഥന വിഷയം ചോദിക്കുകയാണ്. അഭിരമേശസിനെ നമുക്ക് ഒരുമിച്ച് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരു ദൈവിക വിടുതലിൻ്റെ മാസമായി തീരാൻ നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഞാൻ വിശ്വസിക്കുന്നു ദൈവം എന്നോട് ഇടപെട്ട് ഈ കുടുംബത്തിന് വേണ്ടി ദൈവം വലിയ അത്ഭുതങ്ങൾ ചെയ്യും. എങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തോടുകൂടെ എൻ്റെ കൂടെ പ്രാർത്ഥിക്കണം. നീണ്ട നാളുകളായിട്ട് ഇരിക്കുന്ന കണ്ണുനീര്, നീണ്ട നാളുകളായിട്ട് ഇരിക്കുന്ന ഭാരമൊക്കെ മാറുന്ന മാസമാണ് 10ാമത്തെ മാസം. ദൈവത്തിന് വലിയ പ്രവൃത്തികൾ വെളിപ്പെടുന്നു വിശ്വസിക്കുന്നു. അതിനുണ്ടെങ്കിൽ മുഖപക്ഷമില്ലാതെ അനുഗ്രഹിക്കുന്ന വലിയവനായ ദൈവത്തിലേക്ക് ഒന്ന് നോക്കിക്കൊണ്ട് യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുന്നെങ്കിൽ എല്ലാവരും എൻ്റെ കൂടെ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി നമുക്ക് വിശ്വസിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് കർത്താവെ അഭിരമിസ് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പാ, അങ്ങയുടെ കരം ഈ കുടുംബത്തിന് വേണ്ടി വെളിപ്പെട്ടതിനായി പ്രാർത്ഥിക്കും. കർത്താവെ മാനിക്കണമേ അപ്പ. കർത്താവെ ആ പേപ്പർ വർക്കിൻ്റെ വേളയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമേ അപ്പ. കർത്താവിൻ്റെ കരം ഇവർക്ക് അനുകൂലമാകുന്നതിനായി പ്രാർത്ഥിക്കും. യേശുവെ, പൂർണ്ണ ഹൃദയത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണേ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ മകൾക്ക് വേണ്ടി വലിയ വഴികൾ, വലിയ വാതിലുകൾ തുറക്കണമേ അപ്പ. യേശുവെ, അങ്ങയുടെ രക്തത്തിൽ നിന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ പേപ്പറിനകത്ത് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി വെളിപ്പെടുകയും ഇവരുടെ അതിരുകൾ വിശാലമാകുകയും ചെയ്യാൻ പോകുന്നു. ഇവരുടെ ആ ദേശത്തിൽ നടന്നു പോവുകയും അവരുടെ സെറ്റിലാകുകയും ചെയ്യാൻ പോകുന്നതായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവെ, പ്രിയ മകൾക്കായി അഭിരമിസിന്റെ മോൾക്കായി പ്രാർത്ഥിക്കുന്നു. ആ കുഞ്ഞിന് പൂർണ്ണ വിടുതൽ സ്വന്തമായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാതാവിനായി പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതലുകൾ സ്വന്തമായിട്ടുള്ളതിനായി പ്രാർത്ഥിക്കുന്നു. യേശുവെ, അങ്ങയുടെ തിരുരക്തത്തിന്റെ ശക്തി ഇപ്പോൾ കുടുംബത്തിനകത്ത് വെളിപ്പെടുന്നല്ലോ. മാതാവിന് പൂർണ്ണ സൗഖ്യം അങ്ങ് കൊടുക്കുന്നതിനായി നന്ദി. അതേപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് വിശ്വസിക്കുന്നു. ഹസ്ബൻഡിന് വലിയ മാനസിക വലിയ വിടുതലുകൾ കർത്താവെ ആ മകന്റെ വെളിയിൽ അയക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ഈ കുടുംബത്തെ ഒരിക്കൽ കൂടെ സിസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ സമാധാനം, വലിയ സന്തോഷങ്ങൾ അനുഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിടുതൽ അയച്ചതിനായി നന്ദി. കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ മഹത്വം ഈ കുടുംബത്തിൽ വെളിപ്പെടുത്തിയതിനായി നന്ദി. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു എപ്പിസോഡിലോട്ട് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പ്രിയരെ, മാറ്റമില്ലാത്ത ദൈവത്തിന്റെ തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ആർക്കും മാറ്റാൻ കഴിയാത്തതും വിശ്വസിക്കുന്നവർക്കും മാറ്റം കൊണ്ടുവരുന്നതുമായ തമ്പുരാന്റെ തിരുവചനവുമായി ഒരിക്കൽ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുവാൻ സർവശക്തിയുള്ള ദൈവം സഹായിച്ച എല്ലാ വഴികൾക്കും ഇടങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ ഒന്നുമില്ല പ്രിയരെ. 2012 മുതൽ ഇതുവരെയും പല മീഡിയ മാർഗത്തിൽ അനേക ആയിരങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിൽ ദൈവത്തെ സഹായിക്കും. എങ്കിൽ ഇന്നും നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരാൻ കഴിഞ്ഞ ദിവസത്തിൽ മീഡിയയിൽ അനേകർക്ക് ആശ്വാസവും അനേകർക്ക് വിടുതലുമായി തീർന്നു. എങ്കിൽ ഞാൻ ആ നിലയിൽ കർത്താവിൻ്റെ ആ പാദപീഠത്തിൽ ആശ്രയിച്ചു ഇന്നത്തെ ഈ തിരുവചനത്തിലേക്ക് വേണ്ടി തോന്നുകയാണ്. ദൈവശബ്ദം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. ഹല്ലേലൂയ. നാം ഈ ലോകത്തിൽ കടന്നു പോകുന്ന എല്ലാ വിഷമങ്ങളിലും വേദനകളിലും എല്ലാം ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ സ്ഥിതിയെ മാറ്റുന്നതാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെട്ട് വരാം. ദൈവത്തിന്റെ ഭയങ്കര കരം വെളിപ്പെട്ട് വരാൻ ആത്മാവിലൊന്ന് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ ലജ്ജിപ്പിക്കാത്ത, ഹല്ലേലൂയ, കർത്താവിനെ ആശ്രയിക്കുന്ന ഒരാൾ പോലും നശിച്ചു പോകുന്നു. അവനെ വിശ്വസിക്കുന്ന ഒരാളും ലജ്ജിച്ചു പോകുന്നു. കാരണം ദൈവത്തിന്റെ വചനത്തിൽ ജീവൻ. 107-ാം സങ്കീർത്തനം അതിന്റെ 20-ാമത്തെ വാക്യം പറയുന്നു, ഞാൻ എൻ്റെ വചനം അയച്ച് അവനെ സൗഖ്യമാക്കിയും അവനെ കുഴിയിൽ നിന്ന് കരകയറ്റുകയും ചെയ്യും. നമ്മെ വചനം അയച്ച് വിടുവിക്കുന്ന, നമ്മെ കുഴിയിൽ നിന്ന് കരകയറ്റുന്നു ദൈവത്തിന്റെ വചനത്തിനായി ഒരുമിച്ച് നന്ദി പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങൾ ഒരു നാളും ലജ്ജിച്ചു പോകുന്നില്ല. കർത്താവിന്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടാൻ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ പാതപീഠത്തിൽ പോകാം. ഐറോസ് ആ പാതപീഠത്തിൽ ആശ്രയിച്ചതുപോലെ അറിയാം, രക്തസാഹസ്ര വിശ്വാസത്തിൽ യേശുവിന്റെ അടുക്കലേക്ക് വന്നതുപോലെ അറിയാം, എന്നെ കേൾക്കുമെങ്കിൽ ലോകം മുഴുവൻ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമെന്ന് പറഞ്ഞ ആ പാപിനിയായ സ്ത്രീ യേശുവിന്റെ അടുക്കൽ നിന്ന് വിടുതൽ പ്രാപിച്ചതുപോലെ
പോലെ ഇന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ പത്രോസിന്റെ പടകിൽ ഇനി ശൂന്യത മാത്രമെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അറിയാം വല്ലാത്ത ദുഃഖത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു ആ പടകിനെ നിറച്ചതുപോലെ നിന്റെ ജീവിതത്തിനകത്ത് ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അത്ഭുതം സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോടുകൂടി എന്നെ ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ ഈ ഒക്ടോബർ മാസം വലിയ എഴുന്നേൽപ്പിന്റെ മാസമാണ് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇസ്രായേൽ ഈ സമയം ശ്രദ്ധിക്കാൻ പറ്റുമെങ്കിൽ യഹൂദന്റെ കലണ്ടർ നിങ്ങൾ നോക്കുമെങ്കിൽ ഇത് സുക്കോത്തിന്റെ മാസമാണ്. ഇത് അവര് കൂടാര പെരുന്നാളായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ ആഘോഷിക്കുന്ന ഒരു സമയം 10ാമത്തെ മാസം 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സുക്കോത്ത് പെരുന്നാളിനകത്ത് അല്ലെങ്കിൽ അവർ വീടുകളൊക്കെ അവർ കൂടാരമടിച്ച് അവരുടെ ദൈവത്തെ ഉയർത്തുകയും ദൈവം നടത്തിയ വാഴികളെ ഓർക്കുകയും ചെയ്യുന്ന സമയമാണ്. കാരണം അടിമ വീടായ മിസ്രൈമിൽ നിന്ന് അല്ലെങ്കിൽ ഈജിപ്തിൽ നിന്ന് സ്വന്തം ജനത്തെ കർത്താവ് എന്നേക്കുമായി വിടുവിക്കും. അവരെ വാഗ്ദത്ത ദേശത്തിലേക്ക് അവരെ നടത്തുകയും ചെയ്യുന്നത് ഓർത്തുകൊണ്ട് അവർ സുക്കോത്ത് ആചരിച്ചു വരുന്ന അനുഭവങ്ങളാണ് ഈ 10ാമത്തെ മാസമാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ സുക്കോത്തിന്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് 430 വർഷം. സുക്കോത്തിന്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് 430 വർഷം തൻ്റെ മക്കൾക്ക് ഒരു വഴിയോ വിടുതലോ ഒന്നുമില്ലാതെ അവർ കണ്ണുനീരിലും വേദനയിലും ജീവിതം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മോശെ രക്ഷകനായി അവരുടെ നടുവിലേക്ക് അയക്കുകയും മോശ മുഖാന്തരം ദൈവം ഫറവോന്റെ കയ്യിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ഇതാ ചെങ്കടലിന് മുമ്പിൽ കൊണ്ടുവന്ന് ചെങ്കടലിനെ രണ്ടാക്കി എന്നേക്കുമായി അവകാശത്തിലേക്ക് നടത്തുക എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെയും ഒരിക്കലും സന്തോഷം തരാതെ അടിമനുഖത്തിലായിരുന്ന മിസ്രൈമിന്റെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ എപ്പിസോഡ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളും എൻ്റെ കൂടെ ചേർന്ന് പറയണം, ഇത് മോചനത്തിന്റെ മാസമാണ്, ഇത് ഉയർച്ചയുടെ മാസമാണ്, ഇത് കണ്ണുനീര് മാറുന്ന മാസമാണ്. ലോകം ഇന്നുവരെയും കാണാത്ത ഒരു അത്ഭുതം നിനക്ക് വേണ്ടി ദൈവം ചെയ്യാൻ പോവുകയാണ്. ബൈബിൾ ശ്രദ്ധിക്കുന്നതിനോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അന്നും ഇന്നും എന്റെയും നിങ്ങളുടെയും നോട്ടത്തിൽ ഇസ്രായേൽ മക്കൾക്ക് ചെങ്കടൽ തുറന്നത് അത് വലിയ അത്ഭുതമാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു അത്ഭുതം ചെയ്യാൻ എൻ്റെ ദൈവം ഇന്നും ജീവിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് അതേപോലെ ആർക്കും തുറക്കാൻ പറ്റാത്തൊരു വലിയ വാതിൽ തുറക്കാൻ എൻ്റെ ദൈവം ഇന്നും ജീവിക്കുകയാണ്. എത്ര പേർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ഈ സമയത്തൊന്ന് പറയും, യേശു ഇന്നും ജീവിക്കുന്നു, അവൻ ഇന്നും പ്രവർത്തിക്കുകയാണ്, അവൻ്റെ ശബ്ദം ഇന്നും മാറ്റമില്ലാത്തതാണ്. ഹല്ലേലൂയ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവരുടെ ജീവിതത്തിനകത്തും ഇതേപോലെ വലിയ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ പോവുകയാണ്. ഞാൻ ആഴമായി വിളിച്ചു പറയട്ടെ, ഇസ്രായേൽ മക്കൾ ആ പുറപ്പാടിൽ സംഭവിച്ചിരിക്കുന്നത് നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 9ാം അധ്യായം അതിന്റെ 21ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെ നീ അവരെ 40 സംവത്സരം മരുഭൂമിയിൽ പുലർത്തി, അവർക്കൊന്നിനും കുറവുണ്ടായില്ല, അവരുടെ വസ്ത്രം പഴകിയില്ല, അവരുടെ കാൽ വീങ്ങിയതുമില്ല. നെഹമ്യാ പ്രവാചകനിലൂടെ അവരെ 40 സംവത്സരം നടത്തിയ വിധങ്ങളെ പറയുകയാണ്. അവരെ മരുഭൂമിയിൽ പുലർത്തി, അവർക്കൊന്നിനും കുറവുണ്ടായില്ല, അവരെ വസ്ത്രം പഴകിയില്ല, അവരുടെ കാല് വീങ്ങിയതുമില്ല എന്ന് പറഞ്ഞാൽ അവരുടെ നടുവിൽ ഒരു രോഗം പോലും വെളിപ്പെട്ടില്ല. കാരണം എന്താണെന്നറിയാമോ? ഈ സുക്കോത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഹല്ലേലൂയ, ദൈവം അവർക്ക് അകലെയല്ലായിരുന്നു, ദൈവം അവർക്ക് സമീപത്തായി മാറി. ഹല്ലേലൂയ. നമുക്ക് പുറപ്പാട് പുസ്തകം 13ാം അധ്യായം അതിന്റെ 21ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വരാം. അവർ പകലും രാവും യാത്ര ചെയ്യുവാൻ തക്കവണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസമ്പത്തിലും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നിസമ്പത്തിലും യഹോവ അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. എന്നെ കേൾക്കുന്നവരെ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ 400 വർഷങ്ങൾ ദൈവികമായ ഒരു ഇടപെടലുമില്ലാതെ എല്ലാ ദിവസവും അടിമനുഖത്തിലും എല്ലാ ദിവസവും സങ്കടത്തിലും ജീവിച്ചിരുന്ന ജനം. ഒന്നുകൂടെ എന്നെ കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാണ്. ചിലവർ ചോദിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ മാത്രം വരുന്നില്ലല്ലോ, എനിക്ക് മാത്രം ഉദ്ദേശിച്ച നിലയിൽ ഒരു ഉയർച്ച വന്നില്ലല്ലോ. ഈ നിലയിൽ ചിന്തിക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം അത്ഭുതങ്ങളെ ചെയ്യാൻ പോവുകയാണ്. കാരണം സുക്കോത്തിൽ നിന്നൊരു പുറപ്പാട് സംഭവിക്കുമ്പോൾ ദൈവം അവർക്ക് അകലെയല്ലായിരുന്നു. അവരുടെ കണ്ണുനീരിൽ, അവരുടെ സങ്കടങ്ങളിൽ നിന്ന് ദൈവം അവരെ മോചിപ്പിച്ചുകൊണ്ട് ദൈവം അവരെ കൂടെ യാത്ര ചെയ്തു. പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി അവരുടെ കൂടെ ദൈവം പോകാൻ തുടങ്ങി. ഇനി ഒരു ശക്തിക്കും അവരെ തൊടാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ഒക്ടോബർ മാസം നിങ്ങളുടെ ജീവിതത്തിനകത്തും ഇതേപോലെ ചില ചലനങ്ങൾ സംഭവിക്കും. നാളുകൾ വഴിയില്ല, നാളുകൾ കണ്ണുനീര് മാത്രമാണെന്ന് പറഞ്ഞ നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ഏറ്റവും അടുത്തു വരാൻ പോകുന്നു. നിനക്ക് വേണ്ടി ഒരു അത്ഭുതം എൻ്റെ കർത്താവ് ചെയ്യാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഇനി ഒരു ബാധയ്ക്കും നിന്നെ തൊടാൻ പറ്റാത്ത രീതിയിൽ, ഒരു ശക്തികൾക്കും നിന്നെ അടുക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ദൈവം പകലും രാവും നിന്നെ വഴി നടത്താൻ പോവുകയാണ്. നിന്റെ കാല് വീങ്ങത്തില്ല കേട്ടോ. നിന്റെ ജീവിതത്തിനകത്ത് ഒരു നഷ്ടവും വരത്തില്ല. നീ ലജ്ജിച്ചു പോകത്തില്ല. നീ ശത്രുവിനെ കണ്ട് പേടിക്കേണ്ടി വരത്തില്ല. കാരണം
ഒരു മേഘം പോലെ നിന്നെ കവർ ചെയ്തുകൊണ്ട് ഇതാ നിന്റെ വാക്ക് പറഞ്ഞ് വാഗ്ദത്ത ദേശത്തിലേക്ക് ദൈവം നടത്തുകയാണ്. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ഇങ്ങനൊരു ആത്മാവിൽ ഇങ്ങനൊരു പദമാണ് വിളിച്ചു പറയുന്നത്. നിങ്ങൾ സ്വീകരിച്ച് ഇതാ ഇസ്രായേൽ ജനം ചെങ്കടൽ തുറന്ന് അക്കരെ കയറുമ്പോൾ അവർ വിളിച്ചു പറയുന്നു, ഇനി ഞങ്ങൾ അടിമകളല്ല, ഇനി ഞങ്ങൾ അവകാശികളാണ്. ഹല്ലേലൂയ. ആ അവകാശത്തിൽ നിങ്ങൾ നോക്കണം. ഹല്ലേലൂയ. ഇതാണ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത്. ഈ മാസം ഇതേപോലെ സൂപ്പർ നാച്ചുറൽ വരും. ഹല്ലേലൂയ. അവര് എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആകാശത്തിന്റെ വാതിൽ തുറന്നുകൊണ്ട് അവർക്ക് മന്നായെ പൊഴിക്കുന്ന ഒരു ദൈവത്തെ കാണാൻ പറ്റും. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും നടക്കാത്ത ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ അതിനെ ഈ സമയത്ത് സ്വീകരിക്കണം. കാരണം ഹല്ലേലൂയ, എൻ്റെ ദൈവം വഴി നടത്തുന്നവനാണ്. ഇതാ ആകാശം തുറന്നുകൊണ്ട് അവർക്ക് മന്ന കൊടുക്കുകയാണ്. ശക്തന്മാരുടെ ആഹാരം അവൻ ഇതാ ഇസ്രായേൽ മക്കൾക്ക് ഓരോ ദിവസവും പൊഴിച്ചു കൊടുക്കുകയാണ്. അവിടെ കൊണ്ട് തീരുന്നില്ല. ഇതാ അവരുടെ പാളയത്തിനകത്ത് അല്ലെങ്കിൽ അവരുടെ കൂടാരത്തിന് സമീപമായി അവർക്കുള്ള ഇറച്ചിയെ, കാടപ്പക്ഷികളെ ഒരു കാറ്റടിപ്പിച്ചുകൊണ്ട് അവർക്ക് പിടിക്കാൻ തക്കവണ്ണം ഹല്ലേലൂയ അവർക്ക് മുമ്പിൽ പറന്നു നിർത്തുമാറാക്കുകയാണ്. എന്നെ ശ്രദ്ധിക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും തുറക്കാത്ത അത്ഭുതങ്ങൾ ഈ മാസം സംഭവിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഇതിനെ സൂപ്പർ നാച്ചുറൽ എന്നാണ് ഞാൻ വിളിക്കുന്നത്. നീ നട്ടതോ നീ വിതച്ചതോ ഒന്നുമല്ല നീ അനുഭവിക്കാൻ പോകുന്നത്. നീ വിതയ്ക്കാത്തത് നിന്റെ മുമ്പിലും നിന്റെ കയ്യിലും ദൈവം ഏൽപ്പിക്കാൻ പോവുകയാണ്. വിശ്വസിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എൻ്റെ കൂടെ ഈ സമയത്ത് പ്രാർത്ഥിക്കണം. കാരണം ഞാൻ സൂപ്പർ നാച്ചുറൽ വിശ്വസിക്കുന്നു, ഞാൻ സൂപ്പർ നാച്ചുറൽ പ്രതീക്ഷിക്കുകയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു മുഴുവൻ ഈ ഒക്ടോബർ മാസം വലിയ അത്ഭുതങ്ങളെ ദൈവം തുറക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഇതാ ആ വാക്യത്തെ ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. ഈ ഒക്ടോബർ മാസം യഹൂദന് ഭയങ്കര വിശേഷതയുള്ള മാസമാണ്. 7 ദിവസം അവർ സുക്കോത്ത് ആചരിക്കുന്നതായി കാണുന്നു. ഇവിടെ ഹല്ലേലൂയ ഞാൻ യഹൂദൻ്റെ കലണ്ടർ കൊടുക്കുന്നുണ്ട്. ഹല്ലേലൂയ ഈ മാസം 4 ഡേറ്റുകളായിട്ട് സുക്കോത്തിനെ കാണുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും ഇത് ഏറ്റെടുക്കണം. കാരണം ഹല്ലേലൂയ ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ആ ദൈവം സ്റ്റിൽ വർക്കിംഗ്. ഹല്ലേലൂയ. അവൻ ഇന്നും പ്രവർത്തിക്കുകയാണ്. അവൻ എനിക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. കാരണം നമ്മുടെ കർത്താവ് അവൻ്റെ കരം കുറുകിയിട്ടില്ല, അവൻ്റെ ചെവി മന്ദിച്ചു പോയിട്ടില്ല. നിന്റെ കണ്ണുനീരിനകത്ത്, നിന്റെ വേദനയ്ക്കകത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. എങ്ങനെയാണ് ഇസ്രായേൽ മക്കളെ ദൈവം വിടുവിക്കാൻ എഴുന്നേൽക്കുന്നത് എന്ന് ചോദിച്ചാൽ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം. യഹോവ അരുൾ ചെയ്തത്, മിസ്രയീമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ മക്കളുടെ വലിയ കഷ്ടത അവൻ കണ്ടു എന്ന് ഒറ്റ പ്രാവശ്യമല്ല, കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ കണ്ണുനീരും നിലവിളിയും ഞാൻ കേട്ടിരിക്കുകയാണ്. അവരെ സങ്കടം ഞാൻ അറിഞ്ഞുമിരിക്കുകയാണ്. എന്നെ കേൾക്കുന്നവരെ, ഈ 3 പദങ്ങൾ ഇന്ന് ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നവരെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ, നിന്റെ ജീവിതത്തിനകത്ത് ഒരു പുറപ്പാടിൻ്റെ, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ഏറ്റവും അടുത്ത് നിൽക്കുന്ന, നിനക്ക് വേണ്ടി ഇതുവരെയും കാണാത്ത സൂപ്പർ നാച്ചുറൽ വഴികൾ തുറക്കുന്ന ഒരു അത്ഭുതത്തിൻ്റെ സമയം വെളിപ്പെട്ട് വരാൻ പോവുകയാണ്. പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ആ വാക്യം ഞാൻ ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 20-ാമത്തെ വാക്യം, അവർ സുക്കോത്തിൽ നിന്ന് യാത്ര പുറപ്പെട്ട് മരുഭൂമിക്കരികെ ഏദാമിൽ പാളയമിറങ്ങി. എന്നെ ശ്രദ്ധിക്കുന്നവരെ, ഇത് സുക്കോത്തിൻ്റെ സമയമാണ്. ഹല്ലേലൂയ. ഈ മാസം നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ നന്മകൾ, ഹല്ലേലൂയ, കൂടാര പെരുന്നാളായി 7 ദിവസം യഹൂദന്മാർ ഹല്ലേലൂയ ആഘോഷിച്ചു വരുന്ന 10-ാമത്തെ മാസത്തിൽ ഞാനും വിശ്വസിക്കുന്നു, ഈ മാസം എൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് മറക്കാൻ കഴിയാത്ത ഓർമ്മകൾ എൻ്റെ കർത്താവ് കൊണ്ടുവയ്ക്കാൻ പോവുകയാണ്. ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് എന്നേക്കുമായി വിടുവിക്കുന്ന, ശത്രുവിനെ എന്നേക്കുമായി അവസാനിപ്പിക്കുന്ന, എൻ്റെ ജീവിതത്തിനകത്തും നിലനിൽക്കുന്ന വാഗ്ദത്തങ്ങൾ തരുന്ന, നിലനിൽക്കുന്ന നന്മകളെ കാണിക്കുന്ന ഒരു അത്ഭുതത്തിൻ്റെ മാസമായി ഇത് തീരാൻ പോകുന്നു. വിശ്വസിക്കുക. ആ വിശ്വസിക്കുന്നവർക്ക് വിശ്വാസം വർദ്ധിക്കേണ്ടതിന് വേണ്ടി അത്ഭുത സാക്ഷ്യങ്ങളിലേക്ക് വരുന്നു. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നു. കടന്നു വന്നാട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് അഞ്ജു, കോതമംഗലത്തു നിന്നാണ് വരുന്നത്. ഞാൻ നേഴ്സായിട്ട് ജോലി ചെയ്യുമായിരുന്നു നാട്ടിൽ. അപ്പോൾ ആ സമയത്താണ് എനിക്ക് കുവൈറ്റിലേക്ക് പോകാനായിട്ടൊരു അവസരം ലഭിച്ചത്. അങ്ങനെ ഞാൻ എക്സാം ഉണ്ടായിരുന്നു, ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. എക്സാം എഴുതി, അത് പാസ്സായി ദൈവാനുഗ്രഹത്താൽ. പിന്നെ കുവൈറ്റിൽ ഇൻ്റർവ്യൂ ആയിരുന്നു. ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഞാൻ ചെന്നു കഴിഞ്ഞപ്പോൾ തന്നെ എന്നോട് പറഞ്ഞു, ഇൻ്റർവ്യൂവിന് ചെന്ന് വിളിച്ച് അവിടെ ഞാൻ ഇരുന്നപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു, ഗ്യാപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു, എക്സ്പീരിയൻസ് ഉള്ളതിൽ. ഞാൻ പറഞ്ഞു എനിക്കൊരു 1.5 വർഷം ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർ അപ്പം തന്നെ എന്നോട് പറഞ്ഞു, വേണ്ട, അറ്റൻഡ് ചെയ്യേണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞു.
എന്നിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞാൻ ഹസ്ബൻഡും തിരിച്ചു പോരാൻ വേണ്ടി ബസ്സിൽ കയറിയിരുന്നു. ടിക്കറ്റ് എടുത്തു. അപ്പോഴവരെന്നെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറഞ്ഞു വന്ന് അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയി. അത് പാസ്സായി. ദൈവാനുഗ്രഹത്തിന് എനിക്ക് എല്ലാം ചെയ്തു തന്നു. എന്നിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് അതിൻ്റെ ഭാഗമായിട്ട് വിസ ലഭിച്ച്. ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഈ സഹോദരി വേഗത്തിൽ പോകാനുള്ള വഴിയും കൂടെ തുറക്കേണ്ടതിനായിട്ട് എല്ലാവരും ഒന്ന് കര ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ മകള ആ ദേശത്തിൽ പോയാൽ ഈ കുടുംബത്തിൻ്റെ സ്ഥിതിയാണ് മാറുന്നത്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് പ്രാർത്ഥിച്ച് ഈ മകളെ ബ്ലെസ് ചെയ്യുകയാണ്. കർത്താവെ, തടസ്സങ്ങളെ നീക്കി അങ്ങ് അത്ഭുത മന്ത്രിയാകിയാൽ ഈ മകൾക്ക് വേണ്ടി ഒരു അത്ഭുത വഴി അങ്ങ് തുറക്കുന്നതിനായി നന്ദി ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ മോൻ ചോദിക്കുന്നത് എന്തിനാ കരയുന്നതെന്ന് എന്നോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല ഞാൻ എന്തിനാ കരയുന്നത്. ആ കരച്ചിലോടെ ഞാൻ ഡൗൺ ആവുന്നിട്ട് എനിക്ക് ഷുഗർ ഡൗണായി ഞാൻ താഴോട്ട് വീഴുന്നൊരവസ്ഥയിലേക്ക് വന്നു. ആ അവസ്ഥയിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം, എനിക്ക് പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി, എനിക്ക് വയ്യാന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോൻ പറഞ്ഞു എന്താ കാര്യം? ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. അങ്ങനെ ആ അവസ്ഥയായിരിക്കുമ്പോഴാണ് ഹോസ്പിറ്റലിൽ ഇപ്പം അച്ഛൻ പറഞ്ഞ പോലെ അനുഭവങ്ങൾ ഞങ്ങൾ നേരിട്ടു. ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടു. അവിടെയൊക്കെ എൻ്റെ ദൈവം അവിടെ കരുതി ഞങ്ങളെ ഡോക്ടർ വളരെ വളരെ സഹായമായിട്ട് ഡോക്ടർ ഞങ്ങളെ ആ രീതി കരുതൽ ചെയ്തു. ഞാൻ ഹോസ്പിറ്റലിൽ തിരിച്ചു വന്നു. പക്ഷെ എന്നാലും എനിക്ക് എണീച്ച് നടക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഇന്നലെ പിന്നെ ന്യൂറോയുടെ അടുത്ത് പോയി ഒത്തിരി മെഡിസിൻസ് തന്നു. ഡോക്ടർ കാണുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ പറഞ്ഞു എന്തോ എനിക്കറിയത്തില്ല. എന്നിട്ടും ഡോക്ടർ എനിക്ക് എണീച്ച് നിൽക്കാനുള്ള അവസ്ഥയിലല്ല ഞാൻ ഇരിക്കുന്നത്. നിന്ന തല കറങ്ങി വീഴുന്നൊരവസ്ഥ. അപ്പം അച്ഛനെ പിടിച്ചുകൊണ്ടാണ് വന്നത്. പിന്നെ വരും തന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, എനിക്ക് വരാൻ പറ്റുമോ തന്നെ. ആ അവസ്ഥ ഇരിക്കുമ്പോഴാണ് ഇവിടെ വന്നപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു ചെറിയൊരു മയക്കത്തിൽ കാണുന്ന ഒരു വെള്ളം ആരും എന്നെ കുടിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ വെള്ളം ഇപ്പം ഞാൻ അവിടെ ഇരുന്ന് ചിന്തിക്കുക ഇത് എന്തോ ഞാൻ കാണുന്നത്, ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം ആരോ എന്നെ കുടിപ്പിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോഴാണ് ദേവദാസൻ എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഇങ്ങോട്ട് വന്ന് പിന്നെ എൻ്റെ ബോഡിക്കകത്തുനിന്ന് എന്തോ എനിക്കൊരു മാറ്റം വരുന്ന പോലെ എനിക്ക് തോന്നിയത്. ആ മാറ്റം വന്നേ പിന്നെ എനിക്കിപ്പോൾ ആ ഒരു അവസ്ഥയില്ല. ഞാൻ ഇപ്പം വളരെ നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇപ്പം കുഴപ്പമില്ല. എനിക്ക് തല കറങ്ങുമായിരുന്നു, എണീച്ച് നിൽക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഇപ്പം വളരെ മാറ്റമുണ്ട്. എൻ്റെ ദൈവത്തോട് നന്ദി ഞാൻ പറയും. എൻ്റെ ദൈവം തന്ന അനുഗ്രഹത്തിനും ദേവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിനെ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം നിർത്തുകയാണ്. ആമേൻ, ആമേൻ. ഈ സഹോദരി വ്യക്തമായിട്ട് നടക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എങ്ങനെ ഈ ആരാധന കൊണ്ടുവരണമെന്ന് പറഞ്ഞു. കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിനായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. എണീറ്റ് നിൽക്കാൻ പറ്റത്തില്ല, നിന്നാൽ തലകറങ്ങി താഴെ വീഴുമായിരുന്നു, അതായത് സ്റ്റേജ്. പക്ഷേ ഈ ആരാധനയ്ക്ക് വന്നതോടെ ദൈവം അത്ഭുതകരമായി സൗഖ്യം കൊടുത്തു. ഈ സഹോദരി ഞാൻ വിശ്വസിക്കുന്നു ഇനി ആരുടെയും കൈപിടിക്കാതെ വീട്ടിലെ ജോലികൾ ചെയ്യും. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ക്രമം തെറ്റിയതുപോലെ ആയിപ്പോയി. ഞാൻ വിശ്വസിക്കുന്നു ഇവൾ ഇന്നു മുതൽ അസാധാരണമായ ഒരു ബലത്തിലോട്ട് കയറുകയാണ്. ഇവളിലൂടെ ആ സ്ഥലത്തൊരു ഉണർവ് നടക്കും, ഇവളിലൂടെ ഒരു വിടുതൽ നടക്കും. അത് ഞാൻ വിശ്വസിക്കുന്നു. 2 മാസം മുമ്പ് ജൂലൈ മാസത്തിൽ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ റിസൾട്ട് പോസിറ്റീവായിരുന്നു. തുടർന്ന് ഡോക്ടർ എൻ്റെ അടുത്ത് സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും പറഞ്ഞു. പക്ഷേ രണ്ടിൻ്റെയും റിസൾട്ട് വന്നപ്പോൾ വളരെ വിഷമിപ്പിക്കുന്ന റിസൾട്ടായിരുന്നു. സ്കാനിങ്ങിനകത്ത് ഒന്നും തെളിഞ്ഞിട്ടില്ലെന്നും ബ്ലഡിനകത്ത് വളർച്ച കുറവാണെന്നുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത്. ഡോക്ടർ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരാൻ പറഞ്ഞു. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ പോയി. അന്നേരം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് വീണ്ടും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതിൽ പ്രഗ്നൻസിയുടേതായ യാതൊന്നും കാണുന്നില്ലെന്നും വളർച്ച മുമ്പത്തേക്കാളും കുറവാണെന്നും ഡോക്ടർ പറഞ്ഞു. ഇനി അത് ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, 2 ആഴ്ച കഴിയുമ്പോൾ ബ്ലീഡിംഗ് ആയിട്ട് അത് പോകുമെന്ന് പറഞ്ഞു. വളരെ വിഷമത്തോടെ ഞാൻ വീട്ടിലോട്ട് പോയി. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ബുധനാഴ്ച ഇവിടെ പ്രയർ നടക്കാൻ നേരത്ത് ഞാനിവിടെ വന്നപ്പോൾ റോയി പാസ്റ്റർ ഇങ്ങനൊരു മെസ്സേജായിരുന്നു പറഞ്ഞത്. ജീവിതത്തിൽ വഴിയടങ്ങിയവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തവർക്ക് വേണ്ടി ദൈവം സൂപ്പർ നാച്ചുറലായി പ്രകൃതിക്ക് അതീതമായ രീതിയിൽ വഴി തുറക്കുമെന്ന് പറഞ്ഞു. ഞാൻ അവസാനം പ്രയർ കഴിഞ്ഞപ്പോൾ പാസ്റ്ററിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ അത് പോവും, ബ്ലീഡിങ് ആയിട്ട് പോവും, വളർച്ച കുറവാണെന്ന് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ എൻ്റെ അടുത്ത് തലയിൽ കൈവച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമാ നിൻ്റെ ഉദരത്തിൽ ഈ കുഞ്ഞിനെ തന്നെങ്കിൽ ദൈവം അതൊരിക്കലും നശിപ്പിക്കത്തില്ല,
എൻ്റെ ദൈവം നശിപ്പിക്കുന്ന ദൈവമല്ല, എൻ്റെ ദൈവം പുനരുദ്ധാരണത്തിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിലോട്ട് പോയി. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും വേറൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. അന്നേരം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് ഉള്ളിൽ ജീവൻ്റെ തുടിപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സ്കാനിങ്ങിന് പോയി. അവിടുത്തെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന യേശു ആ സ്കാനിങ് റിപ്പോർട്ടിൽ ആ ജൂലൈ മാസത്തിൽ തന്നെ ഒന്നുമില്ലയെന്ന്, പ്രഗ്നൻസിയുടെ യാതൊരു ലക്ഷണവും ഇല്ലയെന്ന് പറഞ്ഞ ജൂലൈ മാസത്തിൽ ആ സ്കാനിങ് റിപ്പോർട്ടിൽ കുഞ്ഞിന് 7 ആഴ്ചയും 3 ദിവസവും എന്നുള്ള അത്ഭുത റിപ്പോർട്ടാണ് എനിക്ക് കിട്ടിയത്. ഇത്രയും വലിയ അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ചെയ്ത എൻ്റെ യേശുവിന് 1000 നന്ദി. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച റോയി പാസ്റ്ററിനും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. ആമേൻ. ആ കരമൊന്ന് ഉയർത്തി. അൾട്രാസൗണ്ട് ചെയ്തതും അല്ലെങ്കിൽ സ്കാനിങ് റിപ്പോർട്ടുമാണ്. അതേപോലെ ഇവിടെ ബ്ലഡ് റിസൾട്ടുണ്ട്. അതേപോലെ ഉള്ളിൽ കുഞ്ഞിൻ്റെ സ്കാനിങ് അല്ലെങ്കിൽ ആ ഫോട്ടോ ഇതിനകത്ത് വന്നിട്ടുണ്ട്. കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഈ സൗകര്യം അന്ന് ഇവിടെ കരച്ചിലോടാണ് വന്നത്. എല്ലാം അവസാനിച്ചു, തീർന്നു, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. 2 ആഴ്ച കഴിയുമ്പോൾ അത് കാണാതെയാകും, അറിയാം, നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ തീർന്നെന്ന് പറയുന്നിടത്ത് പച്ചവെള്ളം കൊണ്ട് അത്ഭുതം ചെയ്യാൻ കഴിയുന്ന ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നതെങ്കിൽ വിശ്വസിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഞാൻ ഇവിടെ TV പ്രോഗ്രാം കണ്ടാണ് ബ്രദറിൻ്റെ ഇവിടെ വരാൻ തുടങ്ങിയത്. അപ്പോൾ എൻ്റെ മോൾക്ക് 12 വർഷകാലമായിട്ട് ഭയങ്കര തലവേദനയും മൈഗ്രെയിൻ്റെ തലവേദനയാണ്. തലവേദന വരുമ്പോൾ ഭയങ്കര ഛർദ്ദലും ശരീരം കുഴച്ചിലുമായിരിക്കും, ഒരു ജോലിയും ചെയ്യാൻ പറ്റത്തില്ല, ഭയങ്കര ഭാരപ്പെടും. അങ്ങനെ ഒരുപാട് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി. ഒരു ആശുപത്രിയിൽ കൊണ്ടുപോയിട്ടും അവൾക്ക് സൗഖ്യമായില്ല. അപ്പോൾ ഇവിടെ വന്നു ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു. ഇവിടുത്തെ സിസ്റ്റർമാർ പ്രാർത്ഥിച്ച് ഇപ്പോൾ അവൾക്ക് പൂർണ്ണ സൗഖ്യം ഉണ്ടായി. കർത്താവ് സൗഖ്യം കൊടുത്ത്. പിന്നെ കുഞ്ഞിൻ്റെ പാലുകുടി നിർത്തിയ ശേഷം അവൾക്ക് 2 മാറിലും സഹിക്കപ്പറ്റാത്ത വേദന അനുഭവപ്പെട്ട്, ഭയങ്കര വേദന. അതിലും ആശുപത്രിയിൽ പോയപ്പോൾ ഡോക്ടർ 10 ദിവസത്തെ ഗുളിക തന്നിട്ട് പറഞ്ഞു ഇതിൽ ശരിയായില്ലെങ്കിൽ സർജറി ഡോക്ടറെ കാണിക്കണമെന്ന്. എൻ്റെ ദൈവത്തിൻ്റെ അടുത്ത് ഭാരത്തോട് ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു, ബ്രദറെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ബ്രദർ പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടറെ കാണിക്കിൻ്റെ മുമ്പേ ദൈവം അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ച്. അങ്ങനെ പ്രാർത്ഥിച്ച ബ്രദറിനും സിസ്റ്ററിനും എൻ്റെ കർത്താവിനും കോടാനകോടി നന്ദി പറയുന്നു. പിന്നെ വാക്സിൻ എടുത്തതോടെ എൻ്റെ ഇടത് കയ്യിൽ പിന്നെ ഭയങ്കര തരിപ്പും വേദനയും, ബാക്കിലോട്ട് തിരിക്കാനൊന്നും പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോഴിവിടെ പ്രാർത്ഥനയ്ക്ക് വന്നപ്പോൾ എനിക്ക് അതും സൗഖ്യമായി. പിന്നെ കൊറോണ വരുന്ന മുമ്പ് തന്നെ എൻ്റെ ശരീരത്തിൽ ഭയങ്കര നീരായിട്ടൊക്കെ ഇരുന്ന്. അപ്പോൾ ഞാൻ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ബ്രദർ എൻ്റെ പേര് പറഞ്ഞു, സൗഖ്യമാണെന്ന് പറഞ്ഞു. അതിൽ നിന്ന് എനിക്ക് പൂർണ്ണ സൗഖ്യവും വിടുതലും കിട്ടി. ഇത്രയും അത്ഭുതം ചെയ്ത് കർത്താവിന് കോടാനകോടി നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച ബ്രദറിന് നന്ദി പറയുന്നു. പ്രിയരെ, ഈ വചനവും ഈ സാക്ഷ്യവും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും ഈ സമയത്ത് രോഗമുള്ളവർ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ദൈവത്തെ അന്വേഷിക്കുവാനാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. മെഡിക്കൽ സയൻസിൽ പരാജയപ്പെട്ടു പോയവർ, ജോലിയിൽ വഴിയടഞ്ഞു പോയവർ, ഇനി മാർഗമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കുടുംബം തകർന്നു പോയവർ, അല്ലെങ്കിൽ മക്കളും അല്ലെങ്കിൽ അപ്പനും അമ്മയൊക്കെ വല്ലാത്ത വിഷമത്തിൽ ശ്രദ്ധിക്കുന്നവരുണ്ട്, തലമുറയുടെ വിവാഹം നടക്കാത്തവരുണ്ട്. നിങ്ങളിപ്പോൾ ദൈവത്തിന് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് കർത്താവെ എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞു ഭാരത്തോടെ പ്രാർത്ഥിക്കാമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ഭയങ്കര വിടുതൽ നടക്കാൻ പോവുകയാണ്. പൂർണ്ണമായിട്ട് ഏൽപ്പിക്കാം, കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ, വലിയ ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ തിരുക്കരം, അങ്ങയുടെ കരം ഞങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ അപ്പ. അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് വേണ്ടി തുറക്കണമേ അപ്പ. ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മിനിറ്റിൽ തന്നെ വലിയ ചില നന്മകൾ, വലിയ ചില അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് തുറക്കണമേ അപ്പ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പ, മഹത്വം ചലിക്കണമേ, മഹത്വം ചലിക്കണമേ അപ്പ. ഈ സമയത്ത് തന്നെ ആലയ കർത്താവെ, രവി എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. രവിക്ക് വേണ്ടി ഒരു അസാധാരണ വിടുതൽ സ്വർഗത്തിലെ ദൈവം അയക്കുകയാണ്. ഹല്ലേലൂയ. ബ്രദർ, നിങ്ങളുടെ വരുമാന മാർഗത്തിനകത്തൊരു ഭയങ്കര ചലനം സംഭവിക്കുന്നു. സന്തോഷിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്തോഷിൻ്റെ ജീവിതത്തിനകത്ത് ചില വലിയ വാതിലുകൾ ദൈവം തുറക്കുകയാണ്. സന്തോഷിന് വേണ്ടി ഇതുവരെയും തുറക്കാത്ത ചില നന്മകൾ തുറക്കുകയാണ്. കർത്താവെ, ഞങ്ങളെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവെ, ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത്
സമയത്ത് തന്നെ ഹല്ലേലൂയ അഭിമന്യു എന്നൊരു പേര് കർത്താവ് കാണിക്കുന്നു. അഭിമന്യുവിന് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ കർത്താവേ. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ വിജയയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ്. കർത്താവിൻ്റെ കരം വെളിപ്പെടുന്നു. അറിയാം സാനുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാനു, നിങ്ങൾക്ക് ജോലിയുടെ വഴി കർത്താവ് തുറന്നു തരികയാണ്. അറിയാം പ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഡ്മിഷൻ ലഭിക്കുന്നതിനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവെ. അറിയാം രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരെന്നെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ കർത്താവെ. ഇപ്പോൾ ആ ആസ്മയുടെ പ്രശ്നം മാറട്ടെ കർത്താവെ. ആ ഷോൾഡർ പെയിൻ മാറട്ടെ. ഉദരത്തിനകത്ത് അറിയാം ഫൈബ്രോയിഡിന് ഭാരപ്പെടുന്ന ബ്ലീഡിങ് അനുഭവിക്കുന്ന ചിലർ ഇപ്പോൾ സൗഖ്യമാകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അറിയാം ചെവി വേദന സൗഖ്യമാകുകയാണ്. കണ്ണിൻ്റെ കാഴ്ച കുറയുന്നത് ഇപ്പോൾ തന്നെ അത്ഭുതകരമായി സൗഖ്യമാകുകയാണ് കർത്താവെ. ഓരോ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കടബാധ്യതയാൽ ഭാരപ്പെടുന്നവരുണ്ട്. അറിയാം മുമ്പോട്ട് പോകാൻ കഴിയാത്തവരുണ്ട് കർത്താവെ. ഓരോ മക്കളെ അങ്ങയുടെ കാര്യത്തിൽ ഞാൻ ഏൽപ്പിക്കുന്നു. ചില വിടുതലുകൾ സംഭവിക്കട്ടെ, ചില അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. യേശുവേ അങ്ങയുടെ കരം അങ്ങയുടെ മക്കളെ തൊടട്ടെ അപ്പാ. യേശുവേ അങ്ങയുടെ കരം അങ്ങയുടെ മക്കളെ തൊടട്ടെ. കർത്താവിൻ്റെ കരം വെളിപ്പെട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും എന്നെ കാണുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അങ്ങയുടെ കരം ഈ മക്കളെ ഇപ്പോൾ തന്നെ സ്പർശിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. വലിയ വിടുതലുകൾ വെളിപ്പെട്ടതിനായി നന്ദി കർത്താവെ. ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ഈ പ്രാർത്ഥിക്കുന്ന മിനിറ്റിൽ തന്നെ ചില കുടുംബങ്ങളുടെ മേളിൽ അസാധാരണ വാതിൽ തുറക്കുകയാണ്. വിദേശത്തേക്ക് പോകാനുള്ള വഴികൾ തുറക്കുകയാണ്. എക്സാമിൻ്റെ റിസൾട്ടുകൾ അനുകൂലമായി തീരുകയാണ്. മക്കളുടെ അഡ്മിഷൻ ഇപ്പോൾ തുറന്നു വരികയാണ് കർത്താവെ. ബാങ്ക് ലോണിനകത്തുനിന്ന് ജപ്തി നോട്ടീസിനകത്തുനിന്ന് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെട്ട് വരികയാണ് കർത്താവെ. അങ്ങയുടെ കരം ചലിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വിടുതൽ സംഭവിച്ചതിനായി സ്തോത്രം കർത്താവെ. അങ്ങയുടെ കരത്തിലോട്ട് ഞാൻ മുറ്റും സമർപ്പിക്കുന്നു. ഇതൊരു വിടുതലിൻ്റെ സമയമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ. പ്രിയരെ, ഈ വചനവും പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി ഞാൻ വിശ്വസിക്കുകയാണ്. വേഗത്തിൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ സാക്ഷ്യങ്ങളും വിളിച്ചറിയിക്കണമെന്ന് ഓർപ്പിക്കുന്നു. 8111 നിങ്ങൾ വിളിക്കണമേ. 9072 നിങ്ങൾ മെസ്സേജ് അയച്ചാട്ടെ, കോൺടാക്ട് ചെയ്താട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. തമ്പുരാൻ്റെ വലിയ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. അതേപോലെ തന്നെ ഞാൻ വിശ്വസിക്കുകയാണ് ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ എപ്പിസോഡിന് വേണ്ടി കരം നീട്ടാൻ പറ്റുന്നവർ കരം നീട്ടണമെന്ന് ഓർപ്പിക്കുന്നു. നമുക്ക് കേരളത്തിൽ മിക്ക സ്ഥലങ്ങളിലും ആരാധന നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ബുധനാഴ്ച കൊല്ലത്ത് വെച്ച് സൗഖ്യത്തിന് വേണ്ടി പ്രത്യേകമായ ശുശ്രൂഷ നടക്കുകയാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങൾ കടന്നു വരണമെന്ന് ഓർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകമായി ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധന നടക്കുന്നു. നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വരണം. ആയിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു കാര്യം ഓർപ്പിക്കുന്നു. യൂട്യൂബിൽ ശ്രദ്ധിക്കുന്നവർ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യും. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അടുത്ത ദിവസം കാണുമ്പോഴേയും സ്വർഗത്തിലെ ദൈവം നിങ്ങളെ കാക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.